ഹലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചിട്ട് ഉണ്ടോ യൂണിവേഴ്സിലെ ബിൽഡേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഈ മീറ്റപ്പ് നടന്നതെന്ന് പറയുന്നത് ടിങ്കർ സ്പേസിൽ വെച്ചിട്ടാണ്. ടിങ്കർ സ്പേസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുസാറ്റിന്റെ അവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ടിങ്കർ സ്പേസിന്റെ അവിടേക്ക് പോകണമെങ്കിൽ ഏത് ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ കുറേ ആൾക്കാരോട് ഇവിടെ കുസാറ്റ് ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ കുസാറ്റ് സൈഡിലേക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുസാറ്റ് ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ബസ്സിൽ പോകുമ്പോൾ വന്നിട്ടുണ്ടാവും. അതായത് എവിടെയാണ് കറക്റ്റ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്തൊരു കാര്യമാണത്. നമുക്ക് ആകെ അന്നേരം ആശ്രയിക്കാൻ കഴിയുന്നത് നമ്മളെ ബസ് കണ്ടക്ടറിനെയാണ്. അഥവാ എന്തെങ്കിലും ബസ്സിൽ തിരക്ക് കാരണം ബസ് കണ്ടക്ടർ മുന്നിലായി പോവേ ബാക്കിലായി പോവേ ബസ് കണ്ടക്ടർ നമ്മുടെ അടുത്തേക്ക് വന്ന് പറയാൻ സാധിക്കാതെ മറന്നുപോയി അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വഴിയാതാരാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി ആർക്കും വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ നമ്മളെ ബസ് ഉണ്ടോന്റെ സൈറ്റിൽ ആഡ് എ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കൺട്രിബ്യൂട്ട് പേജിൽ തന്നെ. അതായത് നമുക്ക് അറിയുന്ന ബസ് സ്റ്റോപ്സ് നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്ത് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും കാലം സാറ്റലൈറ്റ് വ്യൂ ഇല്ലായിരുന്നു മാപ്പിൽ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത് ഇന്ന് സാറ്റലൈറ്റ് വ്യൂ കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പിന്നെ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാറ്റലൈറ്റ് വ്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് നമുക്ക് ഇങ്ങനെയുള്ള സൈറ്റ്സിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പും അതുപോലെ തന്നെ വേറെ കുറേ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ആണ് സാറ്റലൈറ്റ് ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും ഡിസ്പാരിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫീഡ്ബാക്കിൽ അറിയിക്കുക. വീട്ടിനടുത്തുള്ള സ്റ്റോപ്സ് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സ്റ്റോപ്സ് ജസ്റ്റ് അതിലുണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇനി ഒരു ബസ് സ്റ്റോപ്പ് സെർച്ച് ഫീച്ചറും കൂടെ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ